നമസ്കാരം. നമുക്കൊരു ജീവിതമേ ഉള്ളൂ അല്ലേ? ഒരു പ്രാവശ്യം ജനിക്കുന്നു, ഒരു പ്രാവശ്യം മരിക്കുന്നു. അതിനിടെ നമ്മൾ എന്തെല്ലാം മനോഹര കാഴ്ചകൾ കാണുന്നു, മനോഹരമായ സംഗീതം ആസ്വദിക്കുന്നു, നമുക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു, ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുന്നു അല്ലേ? സുന്ദരമല്ലേ ജീവിതം? പക്ഷേ ആ ജീവിതം പകുതിയിൽ വെച്ച് നിങ്ങൾ മുടക്കരുത്. ഓണക്കാലം വരികയാണ്, തിരക്കുകൾ ഏറുന്നു. യങ്സ്റ്റേഴ്സിനൊക്കെ ഭയങ്കര എനർജി കൂടിയിരിക്കുന്ന സമയമാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാന മാർഗ്ഗം ഏതാണ്? ബെവറേജസ്. അവിടുത്തെ ഉൽപ്പന്നം കൊണ്ട് എല്ലാവരും റെജുവിനേറ്റ് ചെയ്ത് മുകളിലേക്ക് കയറുക. അടിച്ചുകൊണ്ട് ബൈക്കിൽ സ്പീഡിൽ പോകുന്നതൊക്കെ ഓർക്കുക. അതുമാത്രമല്ല, നിങ്ങളെവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ, വെള്ളച്ചാട്ടത്തിലോ അല്ലെങ്കിൽ അരുവികളിലോ ഒക്കെ പോകുമ്പോൾ പാറമേൽ നിന്ന് സെൽഫി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഒരു ചെറിയ തെന്നലുണ്ടെങ്കിൽ ആ പാറയിൽ നിന്ന് നിങ്ങൾ വലിയ കയത്തിലേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. ഞാനത് മുന്നിൽ കണ്ടിട്ടുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് പറയുകയാണ്. എൻ്റെ കുട്ടികളെ, നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. വലിയൊരു ജീവിതം നിങ്ങളുടെ മുന്നിലുണ്ട്. ആ ജീവിതത്തിൽ നിന്നും മാറി നിങ്ങളൊരിക്കലും ആ ജീവിതം ഒരു ഹ്രസ്വമാക്കാൻ ചെയ്യരുത്. നിങ്ങൾക്കിനിയും സ്വപ്നങ്ങൾ കാണുവാനുണ്ട്, സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാനുണ്ട്. ഒന്നുമായിട്ടില്ല, നിങ്ങൾ വിരിഞ്ഞു വരുന്ന പൂമൊട്ടുകൾ മാത്രമാണ്. ജീവിതം കളയരുത് കേട്ടോ. സുന്ദരമായ ഈ ജീവിതം നമുക്ക് അങ്ങറ്റം വരെ ആസ്വദിക്കണം. സന്തോഷവും സങ്കടവും ഒക്കെ കലർന്ന് ജീവിതം, ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെയായി അവസാനം മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെയായി നമുക്ക് ജീവിതം അവസാനിപ്പിക്കാം. അതിനു വേണ്ടി ഈ അഡ്വഞ്ചേഴ്സ് കാണിച്ച് നമ്മുടെ ലൈഫ് പോയെന്നിരിക്കട്ടെ, നാളെ വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ? ഇനിയും വരും, ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. സയൻസ് ഡെവലപ്പ് ചെയ്യുകയാണ്, അതുപോലെ നേച്ചറിനും ഡെവലപ്മെൻ്റ് ഉണ്ടാവും. ഇതെല്ലാം കാണണ്ടേ കുഞ്ഞുങ്ങളെ? അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ.